ഇങ്ങനെ ലിന്റ് ഇങ്ങനെ തുണി ഇങ്ങനെ കറുത്ത വെള്ള വെള്ള സാധനങ്ങൾ ഇരിക്കത്തില്ലേ, അതെല്ലാം ഇത് വലിച്ചെടുക്കും. അത് ഇതിന്റെ അകത്തുനിന്ന് കളഞ്ഞു. അതൊക്കെയാണ് ഇപ്പൊ ടെൻഷൻ. പോയതല്ലേ. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് സ്കോട്ട്ലൻഡിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ബേസിക്കലി ആ സ്ഥലത്തിന്റെ പേര് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ഇവരുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഫുൾ ഒരു ഫാമിലി ട്രിപ്പ് പോലെ പോവാണ്. അവിടെ ചെന്നിട്ട് പറയാം സ്ഥലത്തിന്റെ പേരെന്തോന്നൊക്കെ. അതില്ലേ നല്ലത്, ചുമ്മാ നേരത്തെ പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾക്ക് ഒരു സസ്പെൻസ് പൊളിക്കുന്നത്. കാണുമ്പോൾ ഒരു കണ്ണുകൊണ്ടിരിക്കുന്ന ഒരു സുഖം വേണ്ടേ. അപ്പൊ സ്ഥലത്തിന്റെ പേര് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. പിന്നെ അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങും. ഓൾമോസ്റ്റ് നമ്മളിപ്പോ റെഡി ആയി, ഫുൾ ഫ്രഷ് ആയിട്ട് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. വ്ളോഗിലെടുക്കാൻ ഒരുപാട് നല്ല സ്ഥലം ഉണ്ടാവും ഇവിടെ. നമ്മള് പോകുന്ന ക്രീഫിൽ കൂടെ നല്ല രസമാന്ന് പറയുന്നത്. ഞങ്ങൾ എന്റെ കൂടെ ഇന്നലെ രാത്രി നോക്കി. ഞാനിപ്പോ നോക്കി ആ സ്ഥലത്തിന്റെ പേര് ഒബാന. അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അല്ല, അവിടെ 2-3 കാസലുണ്ട്. ഞാൻ ഐറ്റിനറി എഴുതി തന്ന ഒന്നും അറിയാൻ വായിച്ചിട്ടില്ല. അത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എന്ത് ഐറ്റിനറി, എന്ത് അത് കണ്ടില്ല. എന്റെ അടുത്ത് പറയണേ, ഇത് കൊറേ ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വായിച്ചു. ഇപ്പൊ ഞാൻ മെസ്സേജ് അയക്കത്തില്ല ഇവനെ. ദേഷ്യം വന്നിട്ട് നമ്മളിപ്പോ വലിയ ഇംഗ്ലീഷ് പാരഗ്രാഫ് ഒക്കെ അടിക്കുന്നില്ലേ, പുള്ളി തിരിച്ച് മെസ്സേജ് എനിക്ക് ഫുള്ള് വായിക്കാൻ സമയമില്ല. ഇതെന്ത് സംഭവം, ഇതെന്തോ നിങ്ങൾ പറയടി, എന്ത് ചെയ്യുന്നെന്ന് പറ. പൊടി കെട്ടോ ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇങ്ങനെ അഴുക്കായത്. ഇന്നലത്തെ എന്തോ കോഫി ഇത് വീണാ പൊടിയാ. ഇത് പൊടിയല്ല, ഈ ക്ലോത്ത് അങ്ങനെ അറിയാ പോകുന്നുണ്ടോ. കഴുകി ഇട്ടതാ ഞാൻ ഈ ജീൻസ്. ഇരിക്കും നോക്ക് ജീൻസ്. അത് പൊടി അങ്ങനെ അടി. ബ്ലാക്ക് ജീൻസിനകത്ത് അങ്ങനത്തെ പൊടിയൊക്കെ ഇങ്ങനെ വരും. ഇതെന്ത് സംഭവം? നീ ലിന്റ് റോളർ എന്ന് പറയും. അത് വെച്ചിട്ട് ഇങ്ങനെ ലിന്റ് ഇങ്ങനെ തുണി ഇങ്ങനെ കറുത്ത വെള്ള വെള്ള സാധനങ്ങൾ ഇരിക്കത്തില്ലേ, അതെല്ലാം ഇത് വലിച്ചെടുക്കും. എടുത്തിട്ട് ഇവിടെ കൊണ്ട് കളയും. അത് ഇതിന്റെ അകത്തുനിന്ന് കളഞ്ഞു. അതൊക്കെയാണ് ഇപ്പൊ ടെൻഷൻ. പോയതല്ലേ. ഗൈസ്, ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അല്ല, എല്ലാവരും ഫുൾ റെഡി ആയിട്ട്. ഇതാണ് നമ്മുടെ മയിൽ വാഹനം. ഇതിനകത്താണ് നമ്മുടെ ട്രിപ്പ്. ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. എനിക്ക് പറയുന്നതേ വേണ്ട, ഫ്രണ്ട് ഇരുന്ന് ഫുൾ അലേർട്ടായിട്ടിരിക്കണം. വയ്യ, കുറച്ച് അലേർട്ട്നെസ് കുറച്ച്. കഴിച്ച് ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മയിൽ വാഹനം ഇതാണ്. ഓൾറെഡി എല്ലാം റെഡിയല്ലേ? അപ്പോൾ കയറി പ്രാർത്ഥിച്ചോ. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. കൈസ്, ഇവിടെ ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് നല്ല നൈസായിട്ട് എന്തെങ്കിലും അടിക്കാം. എന്ത് വാങ്ങിക്കുക? കോൾഡ് കോഫി എല്ലാം വാങ്ങി. എനിക്കൊരു കോഫി മതി കേട്ടോ. അപ്പം ഞാൻ വെച്ചുള്ള കോഫി എല്ലാം കുടിക്കാം. എന്ത് വാങ്ങിക്കുക? അടി, മഫിനൊന്നും കഴിച്ച് വയറിറത്തില്ല. എനിക്ക് മഫിൻ വേണ്ട, എനിക്കൊരു ചായ മതി. ഗൈസ്, പിന്നെ ഞാനാണെങ്കിൽ ഗ്രെക്സിൽ കയറി കുറച്ച് പൊട്ടറ്റോ വെഡ്ജസും പിന്നെ ഒരു സോസേജ് റോളും കൂടെ വാങ്ങിച്ച്. അപ്പോഴത്തേക്ക് ഇതാകുമ്പം കറക്റ്റാണ് കേട്ടോ, എനിക്ക് പറ്റിയതാണ്. മറ്റേ കോസ്റ്റ കോഫിയിലാണെങ്കിൽ മൊത്തം മധുരമാണല്ലോ. ഇവിടെ നൈസായിട്ട് കുറച്ച് വെഡ്ജസ് വാങ്ങിച്ചപ്പം സെറ്റ്. കോസ്റ്റ കോഫിയിലെ കോഫിയും കോൾഡ് കോഫിയും ഗ്രെക്സിലെ വെഡ്ജ് പൊട്ടറ്റോ വെഡ്ജസും. ഓ, ഇത് നല്ല നൈസ് ഏരിയ കേട്ടോ. ഓ, കിടിലം കേട്ടോ, കിടിലം. നല്ല അടിപൊളി ഒരു സ്ഥലം അല്ലേ ബ്രോ? മഴ പെയ്തു തുടങ്ങി കേട്ടോ. നല്ലൊരു ക്ലൈമറ്റാ. ഇഷ്ടപ്പെട്ടോ? ഓ, മഴയും കൂടെ പെയ്തു. വൈബ് സമയം. ഇനി ഒരു കട്ടൻ കാപ്പി കൂടെ കുടിച്ചാ ഗൈസ്, ഇതാണ് നിൽക്കുന്നതുണ്ടോ, നമ്മൾ നിൽക്കുന്ന സ്പോട്ട് കണ്ടോ. അവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കിടിലം പോലത്തെ ഒരു ഏരിയ ആണ്. ഭയങ്കര രസം കാണാൻ. എനിക്കൊരു മൂന്നാറൊക്കെ പോയുള്ളൊരു ഫീല്. ഇത് കല്ലിനകത്ത് പേര് എഴുതിക്കണ്ട. എന്തത്, അലനോ? ഗൈസ്, ഈ സ്പോട്ട് കണ്ടോ? അവിടെ അടിപൊളി സ്പോട്ട്. ഞങ്ങളിങ്ങനെ ഓരോ സ്പോട്ട് കണ്ട് പോവാം. എന്ത് ഇഷ്ടപ്പെട്ടോ? ഇല്ല, എടുക്കുന്നില്ല. ഫോട്ടോ ഇല്ല, ഞാൻ വ്ളോഗ് മാത്രം എടുക്കും. എങ്ങനെ ഇരിക്കുന്ന ഗൈസ്, നമ്മളിവിടെ കന്യായ ഫോട്ടോഷൂട്ടിങ് ആണ് കേട്ടോ. ഓരോ ഏരിയയിലും നിർത്തി പോവാണ്. ഇതൊക്കെ ഔട്ട്സ്കേർട്സ് ആണ്, ലൈക്ക് കൺട്രി സൈഡാണ് കേട്ടോ. നമ്മൾ ഗ്ലാസ്ഗോ എല്ലാം കഴിഞ്ഞു. നമ്മളെ
ഇല്ല, പുള്ളിയൊക്കെ ടെന്റ് അടിച്ചേക്കോട്ടോ, ടെന്റ് അടിച്ചിരിക്കും കേട്ടോ. ടെന്റൊക്കെ അടിച്ച് പുള്ളി ടെന്റെല്ലാം കൊണ്ടുവന്ന് അവിടെ ഈ അടിച്ചിട്ട് കിടക്കാനുള്ള പ്ലാനാണ് ഈ മഴയത്ത്. ഇനി ആർക്കും ഗൈസ് നല്ല ഹെവി ബ്ലോക്കാണ് ഇനി അങ്ങോട്ട്. വേണ്ട, നമ്മൾ മൊത്തത്തിൽ ഒരു 3 മൈൽ ബ്ലോക്ക് കിടക്കണം. 50. ഇനി നമുക്ക് ഇനി ഒരു 1 hour ഡ്രൈവ് ഉണ്ട് ബ്രോ. ഓ, ഇത് ഫുള്ള് ബ്ലോക്കാണല്ലോ. ഉണ്ടേ നോക്ക്, ഇത്ര വരെ ബ്ലോക്കാ. ഈ റെഡ് മൊത്തം ബ്ലോക്കാ. ആണോ നമ്മൾ പോകുന്ന റൂട്ട് കൊള്ളാം കേട്ടോ. ലെഫ്റ്റ് സൈഡ് ഫുള്ള് കടല്, നല്ല വൈബ്. കാരണം കടലല്ലേ ഇത്? കടലാണോ? എനിക്കറിയില്ല. ലോക്ക് എനിക്ക് ലോക്ക് ഫൈൻ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ മൊത്തം ബ്ലോക്കാണ്. അതുകൊണ്ട് അവിടെ വണ്ടി ഫുള്ള് നിർത്തിയിട്ടേക്കാണ്. ഇപ്പോഴൊന്നും വണ്ടി നീങ്ങത്തില്ല. ഈ ഒരു സൈഡ് സ്റ്റക്കായി ഗൈസ്. നമ്മളിവിടെ സ്റ്റക്കായി. നമ്മളിവിടെ എത്ര മണിക്കൂർ ബ്ലോക്ക് ആയി കിടന്നു? 2.5 മണിക്കൂർ ബ്ലോക്ക്. ആ, ഈ പാലത്തിന്റെ ആയിരുന്നു ബ്ലോക്ക്. ഈ പാലത്തിൽ കയറാനായിരുന്നു. ദൈവമേ, വീണ്ടും ബ്ലോക്കായി ഗൈസ്. ട്രാപ്ഡ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഒബാൻ എത്തിയിട്ട് നമ്മുടെ സ്പോട്ടിലെത്തി. ഇതൊരു ഫാം ഹൗസ് ആണ്. ഓക്കെ, നമ്മളൊരു ഫാം ഹൗസ് ആണ് എടുത്തേക്കുന്നത്. അപ്പം ഫാം ഹൗസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിനകത്തുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇപ്പം ഞങ്ങൾ സ്ഥലത്തെത്തി. അവരെല്ലാം റൂമിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടോ, എൻ്റെ ബാക്കിൽ കണ്ടോ, ഫുള്ള് മലയാണ്. മലയുടെ താഴെ ഇങ്ങനെ ചെറിയ ചെറിയ ഫാം ഹൗസും അങ്ങനത്തെ സെറ്റപ്പാണ്. എൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് ഫാം ഹൗസാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാം ഹൗസിൻ്റെ ഒരു ടൂറ് ഞാൻ നാളെ ചെയ്യുന്നതായിരിക്കും, ഫുൾ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തേക്ക് ഈ വ്ളോഗ് ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ പുതിയ വ്ളോഗുമായിട്ട് വരും. അതിലേക്ക് എല്ലാവർക്കും പീസ്.